ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്ന് നമുക്ക് ഒരു ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാമേ. അത് ഉണക്ക ചെമ്മീൻ ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതായത് ചെമ്മീനും മാങ്ങായും. ഇത് ചെമ്മീനെ 1 കപ്പാണ് നമ്മൾ എടുത്തത്. അതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുക. പഴയ ഫ്രൈങ് പാനോ ചീനച്ചട്ടിയോ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനിയും നല്ല ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ മുറത്തിലേക്ക് അതിനെ ഇടാം. ആ ചൂടോടുകൂടി തന്നെ ചിരട്ടയുടെ പിൻഭാഗം ഉപയോഗിച്ച് ഈ ഒരു മൊമെൻറ്റിൽ അതിനെ പ്രസ് ചെയ്യുക. അന്നേരം അതിൻ്റെ വാലും തലയും മാറി നല്ല ക്ലീനായിട്ട് കിട്ടും. ഇങ്ങനെയാണ് പണ്ട് അമ്മയൊക്കെ ഈ ചെമ്മീനെ ക്ലീനാക്കി എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതേ പ്രോസസ്സാണ് അമ്മ ഫോളോ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് അതുകൂടെ കാണിച്ചത്. ഇങ്ങനെ ആയി കഴിയുമ്പം ചെമ്മീനെ നല്ല രീതിയിൽ കിട്ടും. ചെമ്മീനെ പേറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ നല്ല ഭാഗവും അഴുക്കായിട്ടുള്ള തലയും വാലുമായിട്ടുള്ളത് മാറിയും കിട്ടും. ഇനി നല്ല ഭാഗം മാറ്റി അതിനെ കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ മോളമ്മ മാത്യൂസ് എന്ന എൻ്റെ പേജ് ഫോളോയും ചെയ്യണേ. ഇനിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 പച്ചമാങ്ങയാണ്. ചെത്തി എടുത്ത് ക്ലീനാക്കി വന്നപ്പോൾ ഒരു മാങ്ങ ചെനച്ചതായിരുന്നേ. പക്ഷേ അതിനകത്ത് പ്രോബ്ലം ഒന്നുമില്ല, നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. ഇനിയും ചെമ്മീനെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ആ ഒരു സമയത്ത് ചട്ടിയിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായി വെക്കാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീനെ മുഴുവനായി ഇടാം. ആവശ്യത്തിന് ഉപ്പൊഴിക്കാം. ഇനിയും അടച്ചു വെച്ച് നല്ലൊരു തിള വരാനായിട്ട് വെക്കാം. ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ മുഴുവനായിട്ട് ഇടുന്നത്. കണ്ടോ, ചെറിയ കളർ വ്യത്യാസമുണ്ട്, ചെറുതായിട്ട് ചെനച്ചതാണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല പുളിയുണ്ടായിരുന്നേ. ഇനിയും അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. 2 പച്ചമുളകും ഒരു 4-5 ചുമന്നുള്ളി 2ആയി കീറിയതും ഇട്ടു. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ്, 2 നുള്ള് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഈ നേരത്തിന് നമുക്കൊരു അരപ്പുണ്ടാക്കാം. തേങ്ങ ചിരണ്ടി, പിന്നെ 2 കഷ്ണം വെളുത്തുള്ളി, ഈ വലിപ്പത്തിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ചുമന്നുള്ളി, ഒരു 5-8-10 കുഞ്ഞി കാന്താരി, 2 നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും നല്ലപോലെ വെണ്ണ പോലെ അരച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ. അരപ്പരച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തുകൊണ്ട് വന്നതാണേ. ഇനിയും നമ്മളുടെ കറി തിളച്ച് വന്നതിന് ശേഷം അമ്മ കാണിച്ചു തരും. ഇത്ര സോഫ്റ്റായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇനിയും നമ്മുടെ കറി തിളച്ച് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. എല്ലാം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ആ അരപ്പിനെ മുഴുവനായിട്ടും ഒഴിക്കുന്നത്. പിന്നെ ആ മിക്സി കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് നീട്ടി കറിയെ എടുക്കാവുന്നതാണ്. പിന്നെ തിള വരാനായിട്ട് നിൽക്കരുത്. നല്ലതായിട്ട് മിക്സ് ചെയ്ത് അത് ആവി കയറിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് വീണ്ടും കറിയെ മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. കറിയുടെ പ്രോസസ്സിങ് ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനിയും ആവി വന്നാൽ നമുക്ക് ചട്ടി അടുപ്പിൽ നിന്നും വാങ്ങാവുന്നതാണ്. ഇനിയും ഇതിനായിട്ട് നമുക്ക് ഒരു കടുക് പൊട്ടിച്ച് താളിക്കണം. അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. പൊട്ടി വരുമ്പോൾ ഒരു 5-8 ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞ് വെച്ചതാണ്, അതും കൂടി ഇട്ട് നല്ല ഗോൾഡൻ യെല്ലോ കളറിലേക്ക് മൂപ്പിച്ചെടുക്കാം. നല്ല രീതിയിൽ ഗോൾഡൻ യെല്ലോ കളറിൽ മൂത്ത് വന്നതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് അതും മൂത്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ അപ്പം തന്നെ ആ കറിയിലേക്ക് നമുക്കിത് ഒഴിച്ച് വയ്ക്കാം. അന്നേരം തന്നെ മൂടി വയ്ക്കുക. ഇനി നമ്മൾ എപ്പോൾ സെർവ് ചെയ്യുന്നോ അന്നേരം മൂടി തുറന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അത്രയും നേരം കൊണ്ട് ഈ കടുക് പൊട്ടിച്ചതിൻ്റെ ആ ഒരു സ്മെല്ലും അതെല്ലാം ആ കറിയിലേക്ക് വരും. അതിനാണ് നമ്മൾ മൂടി വയ്ക്കാൻ പറയുന്നത്. അപ്പം തന്നെ നമ്മൾ ഇളക്കി അതിന് യോജിപ്പിക്കരുത്.
ഇത്രയേ ഉള്ളൂ, അടിപൊളി ചെമ്മീനും മാങ്ങയും റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഉഗ്രൻ കോമ്പിനേഷനാണ്. ഇച്ചിരി വൻപയർ തോരനും ഒരു മീൻകറിയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല മക്കളെ, അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്